ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ്. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ആഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് ഇന്ത്യ നൽകിയ പേര് ശിവശക്തി പോയിന്റ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ആഗസ്റ്റ് 23. 2023 ഓഗസ്റ്റിൽ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് തമിഴ്നാട്. വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏത്? ദ്വാരക എക്സ്പ്രസ് വേ. ഓണക്കാലത്തെ അഴിമതി തടയാൻ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ കോക്ടെയിൽ. 2023 ഓഗസ്റ്റിൽ തെക്കുപടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഹിലരി 80 വർഷത്തിനിടയിൽ അമേരിക്കയിൽ വീശിയടിക്കുന്ന ആദ്യ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ്. 2023 ഓഗസ്റ്റിൽ സുന്ദർബൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 4 പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം എഴുത്തോല. സംവിധാനം സുരേഷ് കൃഷ്ണൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായ റോഡ് നിലവിൽ വരുന്നത് ലഡാക്ക്. 2023 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായ മലയാളി നാവികൻ അഭിലാഷ് ടോമി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി മാതൃയാനം. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ്. 3D പ്രിൻറ്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ തപാൽ ഓഫീസ് നിലവിൽ വന്നത് ബാംഗ്ലൂർ. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത സ്ഥിതിവിവര ശാസ്ത്രജ്ഞൻ CR റാവു. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റി. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ വ്യക്തി ഗഫൂർ അറക്കൽ. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം രാജസ്ഥാൻ.
ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം? തമിഴ്നാട്. കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത്? ശാന്തിഗിരി വിദ്യാഭവൻ, തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോടാണ്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചന്ദ്രദൗത്യം? ലൂണ 25. 2023 ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ പുരുഷ വനിത താരങ്ങൾക്ക് തുല്യവേതനം നടപ്പിലാക്കിയ മൂന്നാമത്തെ രാജ്യം? ദക്ഷിണാഫ്രിക്ക. കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ? ഇത്തിരി നേരം ഒത്തിരി കാര്യം. 2023 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം? ദക്ഷിണാഫ്രിക്ക. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി? നാഗ്പൂർ. സംസ്ഥാന ജീവകാരുണ്യ ദിനം? ഓഗസ്റ്റ് 25, ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനം. 2023 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമ? ദി വാക്സിൻ വാർ. സംവിധാനം വിവേക് രഞ്ജൻ അഗ്നിഹോത്രി. ഇന്ത്യയുടെ COVID-19 പോരാട്ടങ്ങളുടെയും പ്രതിസന്ധിയെ മറികടക്കാൻ ആരോഗ്യവകുപ്പ് എടുത്ത ശ്രമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിനിമയാണ്. 2023 സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിക്കൊപ്പം ദേശീയ പതാക ഉയർത്തിയ കരസേന ഉദ്യോഗസ്ഥരായ വനിതകൾ? മേജർ നികിത നായർ, മേജർ ജാസ്മിൻ കൗർ. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത്? കുലശേഖരപട്ടണം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് കുലശേഖരപട്ടണം. ISROയുടെ 2ാമത്തെ ബഹിരാകാശ തുറമുഖമാണ് ഇത്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്തു നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി? റേഷൻ റൈറ്റ് കാർഡ്. 2023 ഓഗസ്റ്റിൽ കാട്ടുതീ പടർന്നു പിടിച്ച കാനറി ദ്വീപുകൾ ഏതു രാജ്യത്തിൻ്റെ ഭാഗമാണ്? സ്പെയിൻ. 2023 ഓഗസ്റ്റ് 15 എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ത്യ ആഘോഷിച്ചത്? 77ാമത് സ്വാതന്ത്ര്യദിനം. 2023 ഓഗസ്റ്റിൽ ഇന്ത്യൻ പൗരത്വം തിരികെ ലഭിച്ച ബോളിവുഡ് നടൻ? അക്ഷയകുമാർ. അക്ഷയകുമാർ പൗരത്വം ഉപേക്ഷിച്ച രാജ്യം കാനഡ. 2023 ഓഗസ്റ്റിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച വിമാനത്താവളം? ഇറ്റലിയിലെ കതാനിയ. 2023 ഓഗസ്റ്റിൽ വനിതകൾക്ക് മൊബൈൽ ഫോണുകൾ ലഭ്യമാക്കുന്നതിന് ഇന്ദിരാഗാന്ധി സ്മാർട്ട് ഫോൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? രാജസ്ഥാൻ. ലോക സൗഹൃദ ദിനം? ഓഗസ്റ്റ് 6. ദേശീയ കൈത്തറി ദിനം? ഓഗസ്റ്റ് 7. നാഗാസാക്കി ദിനം? ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം?
ഓഗസ്റ്റ് 9. ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6.